നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2022 മോഡൽ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടൊയോട്ട അർബൻ ക്രൂസർ പ്രീമിയം ഗ്രേഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back. 2022 മോഡൽ ടൊയോട്ട അർബൻ ക്രൂസർ പ്രീമിയം ഗ്രേഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 10,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന വാഹനം എങ്ങനെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത മികച്ചൊരു വാഹനം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലാംപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിൽസ് അതുപോലെ തന്നെ ലോഗോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റി തന്നെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. യാതൊരു സ്ക്രാച്ചസോ ഡാമേജസോ ഡെൻറ്റസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ഫെൻഡർ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 90% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി വരുന്ന അലോയി ജെനുവിൻ അലോയ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം ഒരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മിറർ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ ബോക്സ് ടൈപ്പ് മിററാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഷോൾഡർ ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഇതൊരു പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ പെട്രോൾ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ 90% ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട്. കമ്പനി വരുന്ന അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം മികച്ച ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. 4 അലോയിലും യാതൊരു സ്ക്രാച്ചസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. മികച്ച ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഡീഫോക്കർ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ലോഗോ അതുപോലെ തന്നെ അർബൻ ക്രൂസർ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 328 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫാമിലിക്ക് അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാവുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 60/40 ഫോൾഡബിൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിന് ടയർ നോക്കുകയാണെങ്കിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പുത്തൻ ടയർ തന്നെയാണ് സ്റ്റെപ്പിന് ടയർ ഇരിക്കുന്നത്. അപ്പോൾ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ യാതൊരു ഡാമേജസൊന്നും പറ്റിയിട്ടില്ല. യാതൊരുവിധ ആക്സിഡൻറ്റോ പരിക്കുകളോ ഒന്നും പറ്റാത്ത ഒരു മികച്ചൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു ടൊയോട്ട അർബൻ ക്രൂസറൊക്കെ അന്വേഷിച്ച് നടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്ഷനാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ന്യൂമറിസ് കാർസ് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ പരിക്കുകളോ ഒന്നുമില്ല. റൈറ്റ് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡർ ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ക്വാളിറ്റി വളരെ 100% തന്നെ ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2022 മോഡൽ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. അത് പ്രീമിയം ഗ്രേഡ് ഫുൾ ഓപ്ഷൻ വാഹനം തന്നെയാണ് ഈ വാഹനം. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഇതിന് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മികച്ച ഫിനിഷിങ്ങുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സൊക്കെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറെ ഒരു സ്ക്രാച്ചസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല, അഴുക്കുകളോ ഒന്നുമില്ല. കമ്പനിയിൽ നിന്ന് വന്നാൽ അതേപോലെ ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫുൾ ഓപ്ഷൻ വാഹനം തന്നെ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് അങ്ങനെ തുടങ്ങിയത് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2022 മോഡൽ സെക്കൻഡ് ഓണർ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടൊയോട്ട അർബൻ ക്രൂസർ പ്രീമിയം ഗ്രേഡ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ABS യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിൽക്കുന്നത്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണ് ടൊയോട്ട അർബൻ ക്രൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1500 cc പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ 103 bhp പവറും 138 ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 18.7 കിലോമീറ്ററാണ്. ഇതിന് ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു 13 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെട്രോൾ വാഹനം ഓട്ടോമാറ്റിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മികച്ചൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കാം. 2022 മോഡൽ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടൊയോട്ട അർബൻ ക്രൂസർ പ്രീമിയം ഗ്രേഡ്
ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,38,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണ് ഉള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡിലുമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.